بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد. സൂറത്തുൻ നൂറിൽ നമ്മൾ അവസാനം ചർച്ച ചെയ്തത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളെ വിശ്വസിക്കാത്ത ആളുകൾ അവർ ചെയ്യുന്ന അമലുകൾക്ക് എന്ത് വിലയാണ് അള്ളാഹു കൽപ്പിക്കുന്നത് എന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ആദ്യം അള്ളാഹു പറഞ്ഞ ഉപമ അവരുടെ അമലുകൾ മരീചിക പോലെയാണ്. ഒരു മരുപ്രദേശത്ത് കാണുന്ന മരീചിക, ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ദാഹിക്കുന്ന ആൾക്ക് അവിടെ വെള്ളമുണ്ട് എന്ന് തോന്നും. അങ്ങനെ പ്രതീക്ഷയോടുകൂടി ആ വെള്ളത്തിൻ്റെ അടുക്കലേക്ക് അവൻ ചെന്നെത്തുമ്പോൾ അവൻ നിരാശനായി ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാകും. ഇതുപോലെ അവൻ കരുതുന്നത് താനീ ചെയ്യുന്ന നന്മകൾ കൊണ്ട് തനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെട്ട് കളയാം, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്നൊക്കെ ധരിക്കും. പക്ഷേ ആഖിറത്തിലെ ഹിസാബും മറ്റൊക്കെ കഴിയുന്ന സന്ദർഭത്തിൽ ഈമാനില്ലാത്തതിൻ്റെ പേരിൽ ആ അമലുകളൊക്കെ നിഷ്ഫലമായി പോകുന്നത് കാണുമ്പോൾ അവൻ വലിയ ദുഃഖത്തിലാകും. അതാണ് അള്ളാഹു പറഞ്ഞു വെച്ചത്, ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ഷൈഅൻ വവജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബ. അള്ളാഹു അവൻക്കുള്ള ഹിസാബ് പെട്ടെന്ന് നടത്തുന്നതാണ്, അള്ളാഹു വേഗത്തിൽ വിചാരണ നടത്തുന്നതാണ്. അപ്പോൾ അവരുടെ അമലുകൾക്ക് അള്ളാഹു പറഞ്ഞ ഒരു ഉപമ ഇതാണ്. വീണ്ടും അള്ളാഹു താല മറ്റൊരു ഉദാഹരണം കൂടി അവരുടെ അമലുകളെ പറ്റി പറയാണ്. ഔ കലുലുമാത്തിൻ, അല്ലെങ്കിൽ അവരുടെ അമലുകൾ ഏതുപോലെയാണ്? ലുലുമാത്തിൻ, ഇരുട്ടുകൾ പോലെയാണ്. ഫി ബഹരിൽ ലുജ്ജിയിൻ, ആഴത്തിലുള്ള സമുദ്രത്തിൽ നിലകൊള്ളുന്ന ഇരുളുകൾ പോലെയാണ് അവരുടെ അമലുകൾ. ആ കടലിൻ്റെ പ്രത്യേകത എന്താണ്? യഗ്ഷാഹു മൗജുൻ, ആ കടലിൻ്റെ ആദ്യത്തെ ലെയറിനെ മൗജുൻ, തിരമാലകൾ മൂടുന്നു. തിരമാലകളുണ്ടാവും ഒന്നാമത്തെ പടിയിൽ. മിൻ ഫൗഖിഹി മൗജുൻ, അതിൻ്റെ മുകളിൽ വീണ്ടും മറ്റ് ചില തിരമാലകളുണ്ടാവും. മിൻ ഫൗഖിഹി സഹാബുൻ, അതിൻ്റെ മുകളിലാണെങ്കിൽ മേഘക്കൂട്ടങ്ങളുണ്ടാകും. ഇങ്ങനെ ഈ കടലിൻ്റെ അടിയിൽ അകപ്പെട്ടൊരു മനുഷ്യൻ, അതിൻ്റെ മുകളിൽ ഒന്നാമത്തെ ലെയറിൽ തിരമാല, വീണ്ടും അതിൻ്റെ മുകളിൽ മറ്റൊരു തിരമാലേൻ്റെ കൂട്ടം. അപ്പോൾ ഈ തിരമാലകളുടെ കൂട്ടം കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഉള്ളിലുള്ള അന്ധകാരത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇനി പിന്നെ ഉള്ളിൽ എന്തായാലും വെളിച്ചമുണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ വെളിച്ചമുണ്ടാകേണ്ടത് മുകളിൽ നിന്നും അടിച്ചിട്ട് വരേണ്ട വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മിൻ ഫൗഖിഹി സഹാബുൻ, കാർമേഘ കൂട്ടങ്ങളാണുള്ളത്. അതുകൊണ്ട് നക്ഷത്രത്തിൻ്റെ വെളിച്ചമോ ചന്ദ്രൻ്റെ വെളിച്ചമോ ഒന്നും തന്നെ ആഴക്കടലിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. അല്ലാഹു പറയുന്നു, ളുലുമാതുൻ ബഅദുഹാ ഫൗഖ ബഅദിൻ, ചില ഇരുളുകൾ മറ്റു ചില ഇരുളുകളേക്കാൾ മുകളിൽ നിൽക്കുന്നതാണ്. ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹ, ആ സമുദ്രത്തിലുള്ള മനുഷ്യൻ അവൻ്റെ കൈ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് നോക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും അവനത് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. എത്ര ഇരുട്ടുള്ള സന്ദർഭത്തിലാണെങ്കിൽ പോലും മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന അവയവത്തിൻ്റെ രൂപമെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ ഈ ആഴക്കടലിൻ്റെ ഉള്ളിൽപ്പെട്ട ഒരു മനുഷ്യൻ ആ അന്ധകാര നിബിഡമായ സ്ഥലത്ത് ഇത്രയും ഇരുളുകൾ അവൻ്റെ മുകളിലുള്ളപ്പോൾ അവൻ്റെ കൈ പോലും അവന് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇതുപോലെ അള്ളാഹുവിനെ അവിശ്വസിച്ചിരിക്കുന്ന മനുഷ്യന്മാർ അവർ ചെയ്യുന്ന അമലിൻ്റെ ഉപമ ഇതുപോലെയാണ്. അവർ ധരിക്കും ഈ അമലുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാം എന്നവർ കരുതും. പക്ഷേ ഇതൊന്നും കാണൂല. അപ്പോൾ ഈ ലുലുമാത്തുകൾ എന്തൊക്കെയാണ്? ഇവിടെ ഇപ്പോൾ സമുദ്രത്തെ ഇരുളുകളോടാണ് കാഫിര്യങ്ങളുടെ അമലുകൾ ഉപമിച്ചത്. ഇപ്പം മുഫസ്സിരിങ്ങൾ എഴുതുന്നുണ്ട്, അവരുടെ അഖീദയാകുന്ന ദുൽമത്ത്, അവരുടെ വിശ്വാസമാകുന്ന അന്ധകാരം, അവരുടെ അമലുകളാകുന്ന അന്ധകാരം, അവരുടെ വാക്കുകളാകുന്ന അന്ധകാരം, അല്ലെങ്കിൽ അവരുടെ ഖൽബിലുള്ള അന്ധകാരം, ഇതിനൊക്കെ ഖുർആൻ ഇതുമായി തശ്ബീഹ് ചെയ്തിരിക്കുകയാണ്, ഉപമിച്ചിരിക്കുകയാണ്. അല്ലേ? നമുക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ട് എന്നും പ്രപഞ്ചനാഥനുണ്ട്, അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് വെറുതെ അയച്ചതല്ല, മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും ചെറിയ അറിവെങ്കിലും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ഇതന്നെ ഒരു പ്രകാശമാണ്. ആ പ്രകാശം പിന്നെ മറ്റു പ്രകാശത്തിലേക്ക് ചേർക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് അള്ളാഹു ഹിദായത്ത് എല്ലാവർക്കും നസീബാക്കുമാറാകട്ടെ, നമുക്ക് ഇസ്തിഖാമത്ത് തരട്ടെ. ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ധാരണയില്ലാത്ത മനുഷ്യന്മാർ നമ്മളെ കൂടെയൊക്കെ സഹവസിക്കുന്നത് കൊണ്ട് നമ്മുടെ മുസ്ലിങ്ങളുടെ പ്രസംഗങ്ങളുടെ ശകലങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം സംസാരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നത് കൊണ്ട് നമ്മളെ സറൗണ്ടിങ്സിലുള്ള ആ മുസ്ലിം സുഹൃത്തുക്കൾ, ആ സഹോദരങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഇതിനെപ്പറ്റിയിട്ട് ചെറിയൊരു കേൾവിയെങ്കിലും ഉണ്ടാവും.
അതുപോലും ഇല്ലാത്ത ഇടങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, മലമ്പ്രദേശങ്ങളിൽ, ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിൽ, മുസ്ലിമീങ്ങളെ താമസിക്കാത്ത സ്ഥലങ്ങളിൽ, അവിടെയുള്ള ആളുകളുടെയൊക്കെ ഈ പറയപ്പെട്ട അവസ്ഥ എന്തായിരിക്കും? അവർക്ക് അങ്ങനെ അവർ രാവിലെ എഴുന്നേൽക്കുന്നു, കഷ്ടപ്പെട്ട് പണിക്ക് വന്ന് പൈസ ഉണ്ടാക്കുന്നു, വൈകുന്നേരം വന്ന് അത് ഫുള്ള് കുടിച്ചു തീർക്കുന്നു, രാവിലെ വീണ്ടും പണിക്ക് പോകുന്നു, വീണ്ടും വൈകുന്നേരം വരുന്നു, വീണ്ടും കുടിച്ചു തീർക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനോ വേണ്ടി? ബഹായിമുകളെ പോലെ, നാൽക്കാലികളെ പോലെ ഒരു ജീവിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് അല്ലാഹു തആല അന്ധകാരങ്ങളെ ഉപമിച്ചത്. അന്ധകാരത്തിൻ്റെ വിഷയം എന്താണ്? ഒന്ന്, അന്ധകാരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. രണ്ട്, അയാൾക്ക് മറ്റൊരാൾക്ക് വഴി കാണിച്ചു കൊടുക്കാനും വേണ്ടി സാധിക്കില്ല. ഈ പ്രദേശത്തേക്ക് മറ്റൊരാൾക്ക് വരാൻ പോലും തോന്നുകയില്ല. ആ സ്ഥലത്താണ് അല്ലാഹു തആല നമുക്ക് ഈമാൻ്റെ പ്രകാശം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, നമ്മൾ ധരിക്കരുത് നമുക്ക് ലഭിച്ച ഈമാൻ, ഈ പ്രകാശം, നൂറ് നമ്മുടെ അവകാശം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന് മികവ് കൊണ്ട് കിട്ടിയതാണെന്നും ധരിക്കരുത്. വമല്ലം യജഅലില്ലാഹു ലഹു നൂറൻ, അല്ലാഹു ആർക്കെങ്കിലും പ്രകാശത്തെ ഇട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ ഫമാലഹു മിൻ നൂരിൻ, അവർക്ക് യാതൊരു പ്രകാശവും, മറ്റൊരു പ്രകാശവും ലഭിക്കാനില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് അമലുകൾ ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെന്ന് പറഞ്ഞതുപോലെ അമലുകൾ നന്നാക്കണം. ആ അമല് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള പരിശ്രമവും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ദഅവത്തിൻ്റെ ഒരു വിശാലമായ സാധ്യതയുടെ മറ്റൊരു മുഖം കൂടി നമ്മളിവിടെ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലേ, ദഅവത്ത് രണ്ട് രീതിയിലാണ്. ദഅവത്ത് ആപ്പസ്മേ ദഅവത്ത് കർണ, ബാഹർ ദഅവത്ത് കർണ. നമുക്ക് ഉള്ളിൽ നമ്മൾ ദഅവത്ത് ചെയ്യുക, അത് എളുപ്പമുള്ള പണിയാണ്. മുസ്ലിമീങ്ങളോട് ദഅവത്ത് ചെയ്യലും മുസ്ലിമീങ്ങളോട് ദീൻ്റെ കാര്യങ്ങൾ പറയലൊക്കെ എളുപ്പമാണ്. ദീന് കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഇരിക്കും. പക്ഷെ അസിൽ ദഅവത്ത് എന്താണ്? ഖുർആനും ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമൊക്കെ പറഞ്ഞ അസിൽ ദഅവത്ത് എന്ന് പറയുന്നത് കുഫറിൽ നിന്നും ഈമാനിലേക്കുള്ള ദഅവത്താണ്. ഒരു സംശയ വിഷയത്തിൽ നമുക്ക് വേണ്ട. നമുക്ക് പറ്റുന്നുണ്ടോ? നിലവിൽ നമ്മുടെ രാജ്യം അത് അനുവദിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടോ? അതൊക്കെ രണ്ടാമത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അടിസ്ഥാനപരമായ ദഅവത്ത് എന്ന് പറയുന്നത് മിനൽ കുഫ്രി ഇലൽ ഈമാൻ. അല്ലേ, അലിഫ് ലാം റ സൂറത്ത് ഇബ്രാഹിം തുടങ്ങുന്ന അങ്ങനെയാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നബിയെ അങ്ങേ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അസ്ൽ ദഅവത്ത് അത് തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മൾ പ്രബോധനത്തിൻ്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ വഴിയിലുള്ള ആളുകളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എത്ര ആളുകൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത് എന്നുള്ളതാണ്. ശരിയാണ്, നമ്മൾ ആപ്പസ്മേ ദഅവത്ത് ചെയ്യണം. ഉമ്മത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മുദാക്കറകൾ ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അറിയാത്ത ആൾക്ക് നമ്മളെപ്പം പറഞ്ഞു കൊടുക്കും? എങ്ങനെ പറഞ്ഞു കൊടുക്കും? അപ്പോൾ ആ ദഅവത്ത് എന്ന് പറയുന്നത് പ്രസംഗിക്കലും ലഘുലേഖ കൊടുക്കലും പുസ്തകങ്ങൾ കൊടുക്കലും അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ദഅവത്തുണ്ട്. ഏത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ദഅവത്ത്? നമ്മൾ അഖ്ലാഖ് കൊണ്ട് ദഅവത്ത് ചെയ്യലുണ്ട്. നമ്മളുമായി അടുത്തിടപഴകുന്ന ആളുകളിലേക്ക് നമുക്ക് ഏറ്റവും പെട്ടെന്ന് തഅ്സീർ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് സാധിക്കും. നിങ്ങൾ നോക്കിക്കോ, ഈ കൺവേർഷൻ സ്റ്റോറീസൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ മാറി വന്ന ആളുകളുടെ ചരിത്രമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവരാരും തന്നെ പ്രസംഗങ്ങൾ കേട്ടിട്ട് മാറി വന്നതുണ്ട്. അതൊക്കെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് മാത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇൻഫ്ലുവൻസ് കൊണ്ടാണ് മനുഷ്യന്മാർ മറിഞ്ഞു പോകുന്നത്. അഖ്ലാഖ് കണ്ടിട്ട്, പെരുമാറ്റം കണ്ടിട്ട്, നമ്മളെ സത്യസന്ധത കണ്ടിട്ട്, നമ്മളെ നിഷ്കളങ്കത കാണുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുക, അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ. നിസാമുദ്ദീനിലെ ഒരു വലിയ ആലിമിനെ പറ്റി ഇങ്ങനെ പറയപ്പെടാറുണ്ട്. അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു സിഖുകാരനുണ്ടായിരുന്നു. അപ്പം 1-2 ദിവസം നീണ്ടുനിൽക്കുന്ന യാത്രയാണ്. അപ്പം ബാത്റൂം പോകേണ്ട വരും, ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടി വരും. അപ്പോൾ ഒരു സമയമായപ്പം സിഖുകാരൻ ബാത്റൂമിലേക്ക് പോയ പോലെ അയാൾ തിരിച്ചു വന്ന്. അപ്പോൾ അയാളെ മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, ട്രെയിനിലെ ബാത്റൂമിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. ഇദ്ദേഹം പോയി ബാത്റൂമിൻ്റെ ഡോർ നോക്കുമ്പോൾ ആകെ വഷളായി കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഇദ്ദേഹം ടൗലൊക്കെ കെട്ടി, മുസ്ലിമീങ്ങൾക്ക് അത് പ്രശ്നമില്ലല്ലോ, കാരണം പള്ളിയും പൊതുവായ ഇടങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് ശീലം നമുക്കുണ്ട് ആ വിഷയത്തിൽ. ഇദ്ദേഹം ടൗലൊക്കെ കെട്ടി ഫ്ലഷൊക്കെ അടിച്ച് ഫുള്ള് ക്ലിയറാക്കി തിരിച്ച് വന്നിട്ട് അയാളുടെ പറഞ്ഞു അബീജാവോ എന്ന് പറഞ്ഞു, പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്ന് തിരിച്ചു പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. പറയപ്പെടുന്നത് ഇതൊരു സംഭവമാണ്. അതിൻ്റെ ഒതൻറ്റിസിറ്റി എത്രമാത്രം നമുക്കറിയില്ല. അങ്ങനെ പ്രസംഗങ്ങൾ മറ്റും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു എന്നും ഇസ്ലാമിലേക്ക് മാറാൻ കാരണമായി എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഈ വിഷയം
അല്ലെങ്കിൽ പടച്ചൻ ചോദിക്കും, ഒരു സംശയമില്ല. അത് ചോദിക്കുന്നേയും നമുക്കിത് ആരും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെയ്യണോ വേണ്ടതെന്ന് ഇപ്പോൾ ചർച്ച. ഇങ്ങനെ ദഅവത്ത് ചെയ്യണോ വേണ്ടേ എന്ന് നമ്മൾക്കുള്ളിൽ അടിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആരെ ദഅവത്ത് ചെയ്യണം? ഞാൻ മറ്റേ പാർട്ടിനെ ദഅവത്ത് ചെയ്യണോ, അല്ല മറ്റേ പാർട്ടി എന്നെ ദഅവത്ത് ചെയ്യണോ, അല്ല നമ്മൾ പുറത്ത് ദഅവത്ത് ചെയ്യണോ? നമുക്ക് മാപ്പാക്കി തീരുമാനമാകട്ടെ. ഈ വിഷയത്തിലൊരു ഫിക്ർ നമുക്കുണ്ടാവണം. അതേ സമയത്ത് തന്നെ നമ്മളത് ചെയ്യുമ്പോൾ പക്വതയോടുകൂടി ചെയ്യുകയും വേണം. കാരണം നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന രാജ്യം ഈ വിഷയത്തിൽ ഭയങ്കരമായ റെസ്ട്രിക്ഷൻസും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രമാണ്. പക്ഷേ എന്നാലും നിയമപരമായി നമുക്കതിൻ്റെ കുറേ ഇളവുകളും കാര്യങ്ങളും ഭരണഘടനയിൽ തന്നെയുണ്ട് അല്ലേ? അപ്പോൾ അത് ഉപയോഗിച്ച് കൊണ്ട് വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക്കലി മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ചെയ്ത്. ആവേശം കാണിച്ചിട്ട് ഒരു മാസ് കൺവേർഷൻ നടത്തിയിട്ട് ഉമ്മത്തിനെ കൂടുതൽ ഇടങ്ങാറാക്കി കളയരുത്. അപ്പോൾ ഈ ഫിക്ർ നമ്മുടെ ഉള്ളിലുണ്ടാകണം. വമല്ലം യജഅലില്ലാഹു ലഹു നൂറൻ. അപ്പോൾ ഒരാളെ കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ, അതാണ് ആ ഒരു ദഅവത്തിൻ്റെ വേദന എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന അതായിരുന്നു. ഇവന് അത് അറിയണമല്ലോ, ഇവൻ അള്ളാഹുവിനെ പറ്റി അറിയണമല്ലോ, അള്ളാഹുവിനെ പറ്റി ഈ ഒരു ചിന്ത എനിക്ക് കിട്ടേണ്ടതല്ലേ, ഇവനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടേണ്ടതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാം നമ്മളൊരു മുസ്ലിമിനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഷമമൊന്നും തോന്നുന്നില്ലെങ്കിൽ പിന്നെന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? നമുക്കങ്ങനെ ഒരു വിഷമേ തോന്നില്ല. രാഘവട്ടനെ പോലെ ജീവിക്കുന്നു, ജോസഫിനെ പോലെ ജീവിക്കുന്നു, ഞാൻ എന്നെ പോലെ ജീവിക്കുന്നു, ബായി എല്ലാവരും അവനവൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യുന്നു. എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളല്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്താ നമ്മൾ ഈമാൻ പറയുന്നത് എന്താണ്? ഇതിലേതോ ഒന്നേ ശരിയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഇടങ്ങാറാകേണ്ട ആവശ്യം എന്താ? രാവിലെ രാത്രി പാതിരാക്ക് എണീക്കുക, അത്താഴം കഴിക്കുക, പകൽ മുഴുവൻ നോമ്പെടുക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ സക്കാത്ത് കൊടുക്കുക, അതിൻ്റെ കഷ്ടപ്പെട്ടിട്ട് ഹജ്ജിന് പോവുക, എനിക്ക് കഷ്ടപ്പെട്ടിട്ട് പാവപ്പെട്ടവനിക്ക് സ്വതക്ക കൊടുക്കുക, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുക. എന്തിനെ ഇടങ്ങാറാകുന്നത്? ഇത് സത്യമല്ലെങ്കിൽ, ഇതിലൊരു യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ എന്തിനു നമ്മൾ ഇടങ്ങാറാകുന്നു? ആരെങ്കിലും എവിടുന്ന് എന്തെങ്കിലും പ്രസംഗിക്കുമ്പോഴേക്കും നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നു, നമ്മൾ മാർച്ച് നടത്തുന്നു, നമ്മൾ പ്ലക്കാർഡ് ഉയർത്തും, നമ്മൾ സ്ലോഗൻസ് വിളിക്കുന്നു. ഇതിൽ യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ, ഇതെല്ലാ സിദ്ധാന്തങ്ങൾ പോലെ ഒരു കേവല സിദ്ധാന്തം മാത്രമാണെങ്കിൽ, മറ്റു പാർട്ടികളെ പോലെ ഒരു പാർട്ടി മാത്രമാണെങ്കിൽ, മറ്റു ഐഡിയോളജിയെ പോലെ ഒരു ഐഡിയോളജി മാത്രമാണ് നമ്മളെ മതമെങ്കിൽ, നമ്മൾ ഇത്ര മാത്രം പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് പണിയെടുത്തിട്ട് അങ്ങനെ പോവാം. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിലെന്തൊക്കെയോ സിറുകളും രഹസ്യങ്ങളും ഹക്കുകളും ഉണ്ട്. ആ ഹക്ക് ഞാൻ മാത്രം ഉൾക്കൊള്ളേണ്ടതല്ല, മറ്റുള്ളവരിലേക്കും എത്തേണ്ടതാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, വമല്ലം യജഅലില്ലാഹു ലഹു നൂറൻ. അള്ളാഹു ഒരാൾക്ക് പ്രകാശം കൊടുക്കുന്നില്ല എങ്കിൽ ഫമാ ലഹു മിൻ നൂരിൻ, അവന് പ്രകാശം ലഭിക്കാൻ മറ്റൊരു ഇടവുമില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളിൽ ശരിയായ